വികസനങ്ങൾ പല മേഖലകളിലും പൂർണ്ണമായിട്ടല്ലെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു അവസരം ലഭിച്ചപ്പോൾ മത്സരിക്കണമെന്ന് തോന്നി. പിന്നെ റോഡുകളുടെ അവസ്ഥകളൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ്. അവരുടെ അവകാശങ്ങൾ പലതും അവർക്ക് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും UDF തിരിച്ചു വന്ന് നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, വികസനങ്ങൾ, പൊതുജനങ്ങൾക്ക് സാധാരണ ഇടയിലുള്ള ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഒക്കെ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. നാടറിയണം സ്ഥാനാർത്ഥികളെ. Meet candidates with UTalk. എൻ്റെ പേര് ജോളി ജെയിംസ്. ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത്? ഞാൻ 2ാം വാർഡിലേക്കാണ് മത്സരിക്കുന്നത്, കല്ലറ പഞ്ചായത്തിൽ. ഇതിനു മുമ്പ് മത്സരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. എന്താണ് മത്സരിക്കാനുള്ളൊരു പ്രചോദനം? നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് അതിൻ്റെ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചത്. മുൻപിപ്പോൾ നമ്മുടെ LDF ആയിരുന്നു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഒരു ഭരണത്തിൽ വികസനങ്ങൾ പൂർണ്ണമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? വികസനങ്ങൾ പല മേഖലകളിലും പൂർണ്ണമായിട്ടല്ലെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു അവസരം ലഭിച്ചപ്പോൾ മത്സരിക്കണമെന്ന് തോന്നി. എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ 2ാം വാർഡിൽ വികസനമായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ? ഇത് കല്ലറ എന്ന് പറയുന്നത് കൂടുതൽ കൃഷി സ്ഥലങ്ങളും നെല്ലുമൊക്കെ അങ്ങനെ അടങ്ങിയ സ്ഥലങ്ങളാണ്. പിന്നെ റോഡുകളുടെ അവസ്ഥകളൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ് പല ഉൾപ്രദേശത്തോട്ടൊക്കെ പോകുമ്പോഴുമൊക്കെ. അതുകൊണ്ട് റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്. പിന്നെ സാധാരണ ജനങ്ങൾക്കുള്ള മറ്റു തരത്തിലുള്ള ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉള്ള അവരുടെ അവകാശങ്ങൾ പലതും അവർക്ക് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനൊക്കെ രീതിയിൽ ഞാൻ വിജയിക്കുവാണെങ്കിൽ എനിക്ക് എന്നേക്കാൾ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയാണോ നമ്മുടെ ബന്ധപ്പെട്ട വകുപ്പുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് നമ്മുടെ പൊതുജനത്തിനെ വേണ്ട സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഒരവസരം ലഭിച്ചപ്പം ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ പഞ്ചായത്ത് എന്നതിനപ്പുറത്ത് നമ്മുടെ കല്ലറ വാർഡ് എന്നതിനപ്പുറത്ത് നമ്മുടെ കല്ലറ പഞ്ചായത്തിൽ എന്താണ് അത്യാവശ്യമായിട്ട് ഇപ്പോൾ വാർഡിനെ അപേക്ഷിച്ച് പഞ്ചായത്തിന് വേണ്ടിയിട്ട്, പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും? പഞ്ചായത്തിൽ അത് മെയിനായിട്ട് ഇവിടെ കൂടുതൽ കൃഷിയൊക്കെയാണ്. അപ്പോൾ കർഷകരെ നമുക്ക് സഹായിക്കണം. അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, കാര്യങ്ങൾ അവർക്ക് അവരുടെ പല തരത്തിലുള്ള ലഭിക്കേണ്ടതായിട്ടുണ്ടാകും പഞ്ചായത്ത് വഴിയായിട്ട്. പിന്നെ നമ്മൾ റോഡുകളൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പൊതുവായി കൂടുതൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെയാണല്ലോ. നമ്മുടെ കൂടുതൽ ലോക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട വകുപ്പൊക്കെ ആയിട്ട് ആലോചിച്ച് അങ്ങനെ കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ പ്രചരണം തുടങ്ങിയോ? പ്രചരണം തുടങ്ങി. എത്ര ദിവസമായി? 2-3 ദിവസമായിട്ട് പ്രചരണം തുടങ്ങി. കുറേ വീടുകൾ കയറിയിട്ടുണ്ട്. എല്ലായിടത്തും നല്ലൊരു റെസ്പോൺസൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, പോസിറ്റീവായിട്ടുള്ള. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞത് LDF ആണ് ഭരിച്ചത്. അപ്പം ഇത്തവണ UDF ഭരിക്കുമോ അതോ BJP ഭരിക്കുമോ? 2 കൂട്ടരും ഇങ്ങനെ അവർ പിടിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു UDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്താണ് പഞ്ചായത്ത് പിടിച്ചെടുക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ 14 വാർഡാണുള്ളത്. 14 വാർഡുകളിൽ ശക്തരായ UDFൻ്റെ സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം നല്ല രീതിയിൽ എല്ലാ വാർഡുകളിൽ നിന്നും വിജയിച്ച് തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വലിയ മാറ്റം കല്ലറ പഞ്ചായത്തിനുണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും UDF തിരിച്ചു വന്ന് നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, വികസനങ്ങൾ, പൊതുജനങ്ങൾക്ക് സാധാരണ ഇടയിലുള്ള ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഒക്കെ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്ത് എന്താണ് ശരിക്കും വേറെ എന്തെങ്കിലും ജോലിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല, ഇപ്പം ഞാൻ ജോലി ചെയ്ത നേഴ്സിംഗ് പ്രൊഫഷനായിരുന്നു. കുറച്ച് നാളൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇനി സേവിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വളരെ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ
ഒന്നിച്ച് എല്ലാവരുമായിട്ടും സഹകരിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരാൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ആലോചിച്ച് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും ജോളി ചേച്ചി 2ാം വാർഡിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം വിജയിച്ച് വരികയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ വിജയിച്ച് തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ ഒരു വേളയിൽ. ഓക്കെ, താങ്ക് യു.